ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ 2-ന്റെ ട്രെയിലറുമായിട്ടാണ്. കുറച്ച് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നു പോയ ഒരു 4 ദിവസമായിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് വന്നു പോയ വലിയൊരു അപ്ഡേഷൻ ആയിരുന്നു ഇന്ത്യൻ 2-ന്റെ ട്രെയിലർ. അത് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വ്യൂവേഴ്സ് കൂടി. പിന്നെ ഒരുപാട് പേര് അത്ര ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ എന്ന സിനിമ തന്നെയാണ് അതിന് വലിയ കാരണം. എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമ നമ്മൾ എല്ലാ ഇന്ത്യക്കാരും കണ്ടൊരു സിനിമയാണ്. പ്രത്യേകിച്ച് കമലഹാസന്റെ ആ റോള് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ശങ്കറിന്റെ തന്നെ ഏറ്റവും വലിയൊരു മൂവി എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് നമുക്ക് ഇന്ത്യൻ ഉൾപ്പെടുത്താൻ പറ്റും. അത്രയ്ക്കും ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു, ഗംഭീര വർക്കായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ സെക്കൻഡും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇതിനൊരു സീക്വൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലൊരു പ്ലാൻ ആയിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് നമുക്കൊരു റിക്വസ്റ്റ് അല്ല, നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിനിമ രണ്ടാമത് വന്ന് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എന്തിനൻ ഫസ്റ്റ് വന്നിട്ട് അത്രയും ഹൈപ്പ് ചെയ്തിട്ട് സെക്കൻഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് പേഴ്സണലി ആ പടം ഞങ്ങൾക്ക് എന്നല്ല ഒരുപാട് പേർക്ക് ആ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നായിരുന്നു ആ ഒരു സിനിമ. അപ്പം ഈ ഒരു പടം അങ്ങനെ ആകരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന. വെച്ചാൽ നമ്മള് ശങ്കർലാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്നാണ് ഇന്ത്യൻ എന്നുള്ള പടം. പിന്നെ ഇതിന്റെ കുറച്ച് ട്രോളുകളും നമ്മളിന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ ചിലർക്ക് ഇത് മിക്സഡ് റിവ്യൂ ഒക്കെയാണ് ഇപ്പൊ പബ്ലിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഇതിന്റെ കുറച്ച് ട്രോളുന്നുണ്ട്, കുറെയൊക്കെ സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തോന്ന് അറിയത്തില്ല, നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടുമില്ല. അപ്പൊ ആദ്യം ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. படிப்புக்கேத்த வேலை இல்ல, வேலைக்கேத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கிறியா பேசுவோம். ஆனா அது சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. just barking dogs. அதனால தான் கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. இந்தியன் சேனாபதி, ஃப்ரீடம் ஃபைட்டர். என்ன கர்மம் சார் இது? கர்மம் இல்ல, வருமம். அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. பேசாம இவனை ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன வயசுல நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். ஓடவும் முடியாது, ஒளியவும் முடியாது. டாமன் ஜெரி ஆட்டம் ആരംഭിച്ചിരുന്നു. ഇതിനകത്ത് ആദ്യം നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നെടുമുടി അല്ലെ, അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റി. ടെക്നോളജി വെച്ചിട്ടാണ് നമുക്ക് വീണ്ടും കാണാൻ പറ്റിയതിലൊരു പുള്ളി അഭിനയിച്ച് കാണാൻ പറ്റിയതിലൊരു വലിയ സന്തോഷം. അതുപോലെ തന്നെ വിവേകിനെയും അങ്ങനെയൊക്കെയാണ്, തമിഴ്നാടൻ വിവേക്, അദ്ദേഹത്തിനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം അതൊക്കെ കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഈ ഒരു സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്. നമുക്ക് ഫസ്റ്റിനകത്ത് കണ്ടതാണ് നെടുമുടി അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഒരു റോള് തന്നെയായിരുന്നു. ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു റോളായിരുന്നു. ഇവർ രണ്ടുകൂടെ കുറെ കോംബോ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൂപ്പറായിട്ട് തന്നെ ഈ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ടെക്നിക്കലി പടം
കിടിലാണ് അല്ലേ. ടെക്നിക്കലി ഇതിനകത്ത് കുറെ സീൻസ് ഒക്കെ നല്ല ഗംഭീര സീൻസ് തന്നെയാണ്. വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റിനെ അപേക്ഷിച്ച് ഇതിനകത്ത് വിഷ്വലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടായത് നമുക്ക് ഈ ഒരു സിനിമയിൽ അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് ഇതിനകത്ത് ട്രോള് വന്നത് നമുക്കറിയാം. ഇതിനകത്ത് ഫസ്റ്റിനകത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് നല്ല പ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക് ഈ മർമ്മത്തിനകത്തുള്ള പരിപാടികളാണ്. എന്നാലും ഫിസിക് ഇതിനകത്ത് എനിക്കൊന്ന് ഭയങ്കര ഓവറായിട്ട് ഫൈറ്റ് ഗണ്ണൊക്കെ വെച്ച് ഭയങ്കര സ്പീഡ്. ഫിസിക്കലി പുള്ളി മറ്റേതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഫിസിക്കലി ഭയങ്കരമായിട്ട് എന്തോ ഒരു സൂപ്പർ ഹീറോ മോഡല് ഒക്കെ കാണിക്കുന്നുണ്ട്. അവസാനത്തെ ലാസ്റ്റ് പോർഷനൊക്കെ എന്തോ ഒരു സൈക്കിൾ ഒരു സാധനത്തിനകത്തൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയൊക്കെ വന്ന് പിന്നെ ഫൈറ്റ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിനായിരിക്കും ട്രോള് കിട്ടിയത്. എന്ന് വെച്ചാല് അത് കുറച്ച് ഓവറായിട്ടാണ് നമുക്കും ഫീൽ ചെയ്തത്. പക്ഷെ ചിലപ്പോ അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത്രയും ഫീൽ ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ ചിലപ്പം ഈ പറയുന്നത് അതിനെന്തൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരിക്കാം. സിനിമയിലൂടെ തന്നെ പുള്ളി എന്തിനാണ് അങ്ങനെ ആകുന്നത്, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ശങ്കർ തന്നെ കൊടുക്കുമായിരിക്കാം. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു പ്രസ് മീറ്റിനകത്ത് ശങ്കർ പറഞ്ഞിട്ടുണ്ട് 120 വയസ്സുള്ള ഒരാള് ഇതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്ന ഒരാളുള്ളത് ചൈനയിലോ ജപ്പാനിലോ എന്തോ. അപ്പൊ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആണ് അത് കൊടുത്തത്. പക്ഷെ അതിനകത്തെ ഡൗട്ട് എന്ന് വെച്ചാല് അങ്ങനെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഇന്ത്യൻ ഫസ്റ്റിനകത്ത് പുള്ളിക്കാരൻ ഇത്ര ആക്റ്റീവായിട്ട് കാണിച്ചിട്ടില്ല. അപ്പം എന്റെ ഒരു ഡൗട്ട് ഇനി ഇത് പുള്ളി തന്നെ ആയിരിക്കുമോ, ഇനി പുള്ളിയെ പോലെ വേറൊരാള് ആ സമൂഹത്തിലേക്ക് വരുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് സിനിമയിൽ കാണിച്ച സംഭവം തന്നെ എന്ന് വെച്ചാൽ ആദ്യത്തെ പടത്തിൽ കൈക്കൂലിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സെയിം തന്നെയാണ് ഇതിനകത്തും പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ടൊരു ജോലി ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല, ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നില്ല. ഈ ശങ്കർ പടത്തിന്റെ സ്ഥിരം ഒരു പാറ്റേൺ തന്നെയാണ്. എന്ന് വെച്ചാൽ സ്ഥിരം ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിനെതിരെയുള്ള കുറെ തിന്മകൾ, ഇപ്പം അന്യനാണെങ്കിലും മുതൽമനാണെങ്കിലും ജെന്റിൽമാൻ, അങ്ങനെയുള്ള കുറെ പടത്തിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം ശിവാജി, അതിനകത്തൊക്കെ അറിയാം കുറെ ഫ്രോഡ് ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിനെതിരെ ചെയ്യുന്ന ഇപ്പം ഈ എന്താ ക്യാഷ് പരമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു തിന്മകൾക്കെതിരെയുള്ള ഒരാളുടെ പോരാട്ടം എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് അന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഫസ്റ്റിനകത്ത്. ഇപ്പൊ പുതുതായിട്ട് എന്തൊക്കെ ഉടായ്പകൾ ഉണ്ടാകും, അപ്പൊ അതിനെതിരെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ എന്തുവായാലും നല്ല രീതിയിൽ തന്നെ വലിയൊരു വിജയമാകട്ടെ. ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് പേരുദോഷം ഉണ്ടാകാതെ ഇന്ത്യൻ 2 വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.